ഇന്നത്തെ ദേശാഭിമാനിയിൽ ഫ്രണ്ട് പേജിൽ ബോൾഡ് ഹെഡിങ്ങിൽ ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്നൊരു വാർത്തയുണ്ട്. ഇടതുമുന്നണിയെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും സഖാവ് പിണറായി തന്നെ നയിക്കും. ദേശാഭിമാനിൽ വളരെ കാര്യമായി ഫ്രണ്ട് പേജിൽ തന്നെ ഇട്ടിട്ടുണ്ട്. മനോരമ തുടങ്ങിയ പത്രങ്ങൾ മാതൃഭൂമിയിലൊക്കെ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ മനസ്സിലാകാത്തൊരു കാര്യം, പോളിറ്റ് ബ്യൂറോയും എം.എ. ബേബിയും പിണറായി വിജയന് എതിരായ നീക്കങ്ങൾ തുടങ്ങിയോ? ഒരു പരസ്പരം വൈരുദ്ധ്യം തോന്നാം. പിണറായി വിജയൻ ഇപ്പോൾ തോൽക്കാൻ പോകുന്ന, അനിവാര്യമായ തോൽവി പ്രതീക്ഷിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ നായകനായിട്ട് ആരാ അവരോധിക്കുന്നത്? പോളിറ്റ് ബ്യൂറോ അവരോധിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത്, ഇതുവരെയുള്ള എല്ലാ സാധ്യതകളും ഇടതുപക്ഷ മുന്നണി ദയനീയമായി തോൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പിണറായി വിജയനാണ് നായകനാക്കി അവരോധിക്കുന്നതിലൂടെ, ആ ഉത്തരവാദിത്തം പിണറായിയുടെ പിടലേക്ക് വെക്കുന്നതിലൂടെ തോൽവിയുടെ മുഴുവൻ ഭാരങ്ങളും പാപഭാരങ്ങളും പിണറായിയിൽ ചാരി പാർട്ടിക്ക് രക്ഷപ്പെടാം, ഗോവിന്ദനെ രക്ഷപ്പെടാം, ബേബിക്ക് രക്ഷപ്പെടാം, എല്ലാവർക്കും രക്ഷപ്പെടാം. മാത്രമല്ല, ഒരു പുനഃസംഘടന, നേതൃത്വത്തിൽ ഒരു പുനഃസംഘടന വേണമെന്നുള്ള ആവശ്യവും ശക്തമായിട്ട് വരും. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ ചെല്ലുമ്പോൾ ദയനീയമായി കേരളത്തിൽ നിന്ന് തോറ്റ അമ്പിയ പിണറായി, ഒരുപക്ഷെ ബീഹാറിനേക്കാൾ ദയനീയമായി, അല്ല ബംഗാളിനേക്കാൾ ദയനീയമായി തോറ്റ സാഹചര്യത്തിൽ നിന്ന് വരുന്ന പിണറായി അവിടെ വെറും ഏഴാം കൂലിയാവും. പിണറായി ഉപദ്രവിച്ച, അല്ലെ പിണറായി കുറ്റപ്പെടുത്തിയ, പ്രകാശ് കാരാട്ട് പിണറായി സഖ്യം ചേർന്ന് ഉപദ്രവിച്ച പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ വേറെ അവിടെയുണ്ട്, മറ്റ് സ്റ്റേറ്റുകളിലെ ഭാരവാഹികളുണ്ട്. അവരുടെ നോട്ടത്തിൽ പിണറായിയെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ആദ്യത്തെ അവസരം ഇത് തന്നെയായിരിക്കും. എന്താ തോറ്റു കഴിഞ്ഞാൽ പിണറായിയുടെ ബലം എന്താണ്? ഏതർത്ഥത്തിൽ പിടിച്ചു നിൽക്കും? ഒരു ആശയപരമായ വ്യക്തതയുള്ള ആളാണ്, ആശയപരമായ ലീഡർഷിപ്പ്, പ്രത്യയശാസ്ത്രപരമായ ലീഡർഷിപ്പ് നൽകാൻ കഴിവുള്ള ആളാണോ പിണറായി? ഇത്തരം കഴിവുകളൊന്നും സംഘടനാ വൈഭവം ഉണ്ടോ? അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അച്യുതാനന്ദന് കിട്ടിയ പോപ്പുലാരിറ്റിയിൽ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിൻ്റെ പേരിൽ മാത്രം സംഘടനയുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന പിണറായിക്ക് ആ സംഘടനയ്ക്കപ്പുറത്തേക്ക് തൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കാണേണ്ട കാര്യമാണ്. ഇവിടെ പിണറായിയുടെ എന്തായിരുന്നു ഉദ്ദേശം? ഇത്തവണത്തെ ഇലക്ഷനിൽ കാര്യമായി പങ്കാളിത്തം ഇല്ലാത്ത രീതിയിൽ വരികയും തോറ്റാൽ പോലും ആ പാപഭാരത്തിൽ നിന്ന് മറ്റുള്ള പാർട്ടിയെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനുള്ളൊരു കുറുക്ക് വഴി പിണറായിയുടെ മുമ്പിലുണ്ടായിരുന്നു. തോറ്റിരുന്നെങ്കിൽ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ സംഘടന പരാജയപ്പെട്ടതിൻ്റെ കൊണ്ടാണ് തോറ്റത് എന്നുള്ള വ്യാഖ്യാനവുമായി പിണറായിക്ക് വരാമായിരുന്നു. പക്ഷെ പിണറായി നയിച്ചിട്ട് തോറ്റാൽ ഈ വ്യാഖ്യാനത്തിന് അർത്ഥമില്ലാതെ വരും. പിണറായിയുടെ ഭാവി പ്രതീക്ഷകളെല്ലാം അതോടുകൂടി വെള്ളത്തിലാവും. ഇപ്പോൾ പിണറായിയുടെ ഭാവി പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്, റിയാസിനെ പാർട്ടിയുടെയോ സംഘടനാ രംഗത്തോ അല്ലെങ്കിൽ പാർലമെൻ്ററി രംഗത്തോ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിലൊരാഗ്രഹം സാധാരണ എല്ലാ മനുഷ്യരെയും പോലെ പിണറായിക്കും ഉണ്ടാകാം. പക്ഷെ ആ ആഗ്രഹം നടപ്പാക്കണമെങ്കിൽ ഒരു കരുത്തനായ പിണറായി, പാർട്ടി രംഗത്ത് തോറ്റാലും ജയിച്ചാലും സംഘടനാ രംഗത്ത് കരുത്തനായ ഒരു പിണറായി നിലനിന്നെങ്കിൽ മാത്രമേ അത്തരം സ്വപ്നങ്ങൾ നടപ്പാക്കാൻ പറ്റൂ. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, അങ്ങനെ തീരെ ദുർബലനാകാൻ പോകുന്നൊരു പിണറായി പിന്നെ എങ്ങനെ സ്വയം സഹായിക്കാൻ പറ്റാതെ ദുർബലനായി അവശനായി കിടക്കുന്ന പിണറായി. ഇപ്പോൾ ഭീഷ്മ പിതാമഹൻ എന്ന് പറഞ്ഞാൽ പോലും സരസ്വതിയെ കിടക്കുന്ന അവസ്ഥയാണ് പിണറായി. നട്ടലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കിടക്കുന്നൊരു പിണറായിക്ക് മരുമകനെ സഹായിക്കുക അസാധ്യമായിട്ട് വരും. എന്തെല്ലാം മാർഗങ്ങളാണ് നോക്കുന്നത്? 2-3 ഏറ്റവും കൃത്രിമമായ മാർഗങ്ങൾ, ഏറ്റവും തരം താണ രാഷ്ട്രീയം, കോളേജ് ഇലക്ഷനിൽ പോലും അല്ലെ സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും കാണാത്ത രീതിയിലുള്ള തറ നാടകങ്ങളുടെ രംഗമായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ അധപതിപ്പിച്ചിരിക്കുന്നതിൻ്റെ 1-ാം നമ്പർ പ്രതി പിണറായി വിജയനാണ്. വീണ ജോർജിൻ്റെ നാടകം കണ്ടു. അനങ്ങാൻ പാടില്ല, റെസ്റ്റ് പറഞ്ഞ് ചികിത്സ വേണം, വിദഗ്ധ ചികിത്സ വേണം, നാളത്തെ സ്കാനിങ്ങിന് ശേഷമേ കൃത്യ ഉത്തരം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തിറക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ ആരും അറിയാതെ കാറിൽ ഒളിച്ചോടിയ ഒരു ആരോഗ്യമന്ത്രി. ഒളിച്ചോടി ആശുപത്രിയിലേക്കല്ല വന്നത്, തിരുവനന്തപുരത്തുള്ള സ്വന്തം വീട്ടിലേക്ക് റെസ്റ്റ് എടുക്കാൻ വന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്താ, ആരെയാണ് കളിപ്പിച്ച് ഇത്രയും നേരം? ഈ നാട്ടിലെ സ്വത്തുവകകൾ നശിപ്പിച്ചതിന്, ബോംബാക്രമണം വരെ നടത്താൻ തയ്യാറായതിന്, ഇതിനൊക്കെ പ്രതികൾ ആരാ? ഇവരെ പ്രേരിപ്പിച്ച, പ്രകോപിപ്പിച്ച
കണ്ണി എന്ന് പറയുന്ന വീണ ജോർജാണ്. അല്ലെങ്കിൽ വീണ ജോർജിനെ കൊണ്ട് ഇത്തരം പൊറാട്ട് നാടകത്തിൻ്റെ തിരക്കഥ എഴുതി അതനുസരിച്ച് ചുവടുവയ്പ്പിച്ച ഷംസീറിനും പിണറായിക്കും വലിയ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം അവർക്ക് മാറാൻ പറ്റില്ല. അത് തന്നെ CPM-ൻ്റെ ഏറ്റവും വലിയ തോൽവിയുടെ കാരണമായി മാറാൻ പോകുന്നത് തന്നെയായിരിക്കും. സ്വല്പം മുമ്പുള്ള ചർച്ചയിൽ പറഞ്ഞു, ഇവിടെ വീണ ജോർജിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടായിരിക്കുന്ന കോൺഗ്രസിനാണ്. കാരണം കഴിഞ്ഞ 10 ദിവസമോ ഏതാനും ദിവസങ്ങളായി BJP-യെക്കുറിച്ചുള്ള ഒരു വാർത്തകളും ഫ്രണ്ട് പേജിൽ വരുന്നില്ല, പ്രധാന വാർത്തകളൊന്നും വരുന്നില്ല. അവിടെ സംഭവിക്കുന്ന എന്താ? കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റ് എന്നുള്ള നരേറ്റീവിലേക്ക് മാറുകയും BJP-യുടെ വോട്ടുകൾ ഗണ്യമായ കുറവ് വരികയും ചെയ്യും. BJP-യുടെ സ്വാധീനത്തിലും കുറവ് വരും. ഈ വോട്ടുകൾ BJP-യുടെ വോട്ടുകൾ എങ്ങോട്ട് പോകും? സ്വാഭാവികമായും പിണറായി വിരുദ്ധ ജനവിഭാഗത്തിൻ്റെ വോട്ടാണ് BJP-യിലും കോൺഗ്രസിലും ഉള്ളത്. ഈ വോട്ടുകൾ സ്വാഭാവികമായിട്ടും UDF-ലേക്ക് എത്താനാണ് സാധ്യത. അതോടുകൂടി പൂർണ്ണമായ പരാജയം ആർക്കുണ്ടാകുന്നു? ഇടതുപക്ഷത്തിനുണ്ടാകുന്നു. BJP പുറകോട്ട് പോകുന്നു. ഏതാനും ഒറ്റ സീറ്റുകൾ പോലും ജയിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇടതുപക്ഷം ഞെരുങ്ങും. അത് തന്നെയായിരിക്കും വോട്ടിൽ ഗണ്യമായ കുറവ് വന്ന BJP. സീറ്റിലല്ല, വോട്ടിൽ ഗണ്യമായ കുറവ് വന്ന BJP-യും സീറ്റിൽ കാര്യമായ കുറവ് വരുന്ന CPM-ഉമായിരിക്കും കേരളത്തിൽ അവശേഷിക്കുന്നത്. പിന്നെ വരുന്നത് കോൺഗ്രസിൻ്റെ അപ്രമാദിത്വമായിരിക്കും. അതെല്ലാം കോൺഗ്രസ്സുകാർ കൊണ്ട് കളയുമോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ ജനങ്ങൾ കോൺഗ്രസ്സുകാർക്ക് ഓടിച്ചിട്ട് കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞാൽ മതി, അതാരായാലും രാമൻ രാഘവനായാലും മറ്റേ ഏത് കൊള്ളക്കാരനായാലും ജനം വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്, ഏത് കൊള്ളക്കാരനാണേലും. കാരണം അത്രയ്ക്ക് മാത്രം വെറുത്ത ഒരു ഭരണകൂടമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ പോളിറ്റ് ബ്യൂറോയുടെ ഉദ്ദേശം ഈ മനുഷ്യനെ അല്ലെങ്കിൽ MA ബേബിക്ക് നേരിട്ട് എതിർക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ ആത്മധൈര്യമില്ല. പക്ഷെ കിട്ടിയ അവസരം വെക്കാവുന്ന പണി വെച്ചു കൊടുത്തു. ഈ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വം ആർക്ക് വെച്ചു കൊടുത്തു? പാർട്ടി സെക്രട്ടറി ഗോവിന്ദനല്ല കൊടുത്തത്. പകരം മുഖ്യമന്ത്രി പിണറായി വിജയനെ ചുമതലയേൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിണറായി വിജയനെ ചുമതലയേൽപ്പിക്കുന്നതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം ഇങ്ങനെ ഒന്നുമല്ലാതാക്കുക, പിണറായി വിജയൻ ഒന്നുമല്ല, ജനങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല എന്ന് ആക്കിത്തീർക്കുക എന്നുള്ള പിണറായി വിജയന് വിരുദ്ധ സംഘം ചേർന്നിരിക്കുന്നു. MA ബേബി ഒന്നായിരിക്കുന്നു. MA ബേബി കൂടെ ചേർന്നില്ലേ? ഇനി കണ്ണൂരിലെ P ജയരാജനോട് മാറി നിൽപ്പുണ്ട്. മറ്റ് പല നേതാക്കന്മാരുണ്ട്. ശൈലജ ടീച്ചറിൻ്റെ നിലപാട് എന്തായിരിക്കും? പിണറായിക്കെതിരാവും. കാരണം ഇത്തവണ അവരെ മാറ്റി നിർത്താൻ നോക്കുകയാണ്. ആ സീറ്റ് മറ്റാർക്കോ വേണ്ടി ഒഴിച്ചിടുന്നതാണ്, സനോജിന് വേണ്ടിയാണെന്ന് പാവം സനോജ് ഇപ്പോൾ വിശ്വസിക്കും. അത്യാവശ്യം വന്നാൽ മട്ടന്നൂരിലേക്ക് വേറെ VVIP സ്ഥാനാർത്ഥിയെ ഇറക്കുമതി ചെയ്യാൻ ഇടതുപക്ഷം തയ്യാറാകേണ്ടി വരും. അതിനുള്ള പശ്ചാത്തലം ഒരുങ്ങി വരുന്നുണ്ട്. ഇത് നാളെ നടക്കാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ വളരെ ചടുലമായ നീക്കങ്ങളായിരിക്കും എല്ലാ പാർട്ടിയിലും ഉണ്ടാകാൻ പോകുന്നത്. കോൺഗ്രസിലും BJP-യിലും എല്ലാം ഉണ്ടാകും. BJP-ക്ക് പിണറായിയെ എതിർക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം, പിണറായിയെ തെറ്റുകൾ അന്വേഷണം നടത്താൻ പറ്റാത്തതുകൊണ്ട് മാത്രം BJP-ക്ക് കൊടുക്കേണ്ടി വരുന്ന വില ഗംഭീരമായിരിക്കും. അതിഭീകരമായ വില BJP-ക്കും കൊടുക്കേണ്ടി വരും. അത് കോൺഗ്രസ്സിന്, BJP-യുടെ നേതാവ് ശ്രീധരൻപിള്ള പറഞ്ഞ പോലെ കോൺഗ്രസ്സിന് ഒരു സുവർണാവസരം നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. തൽക്കാലം ഇത്രമാത്രം.